ഹായ്, സുനീറാണ്. ഹെയർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. HNS കോയമ്പത്തൂർ വെച്ചിട്ടാണ്. ഗ്രാഫ്റ്റിന് 10 രൂപ നിരക്കിലാണ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ. പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എൻ്റെ 3000 ഗ്രാഫ്റ്റുകളാണ് വെച്ചിട്ടുള്ളത്. മുൻഭാഗത്ത് വെറും ഒരു 4 വിരലുകളുള്ള ഭാഗത്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ. എൻ്റെ പഴയ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു 7th ഗ്രേഡ് കഷണ്ടിക്കാരനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു നോർമലായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എത്തായിരിക്കും. പല ആളുകളും എൻ്റെ പല വീഡിയോകളിൽ ചോദിക്കുന്നു, എന്താണ് വീഡിയോ ചെയ്യാത്തത്, മറ്റു പല തിരക്കുകളൊക്കെ ആയിപ്പോയി. അതേപോലെ നിങ്ങൾ ഇതുപോലെയുള്ള വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നോട് സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ട്രാൻസ്പ്ലാന്റേഷന് ആകെ 35,000 രൂപ പോലും ആയിട്ടില്ല എന്നുള്ളത് പഴയ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 1 വർഷവും 7 മാസവുമായി. ഇതുവരെ യാതൊരു PRPയോ അന്ന് ചെയ്തിട്ടുള്ള PRP അല്ലാതെ ഒരു PRPയോ അല്ലെങ്കിൽ GFCയോ മറ്റ് മിനോക്സിലോ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ പ്രധാനമായിട്ടും ഒരു ഒരു സാധാരണ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ പ്രത്യേകിച്ചിട്ട് നോൺ വെജ് ആയിട്ടുള്ള ഐറ്റം അങ്ങനെ കൂടുതലായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. സാധാരണ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടൊക്കെ തന്നെയാണ് ഉള്ളത്. ഇനി ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് ആണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എന്താണ് ഇവിടെ ഗ്യാപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതായത് നമുക്കൊരു 10,000 അല്ലെങ്കിൽ 50,000 ഒക്കെ മുടികൾ ഉള്ള സ്ഥലത്ത് കേവലം ഒരു 3000 മുടി വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഡീമറിസ് ഉണ്ടായേക്കാം. പക്ഷെ അതൊന്നും നമ്മുടെ റിസൾട്ടിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലുക്കിനെയോ അതൊന്നും ബാധിക്കുന്നില്ല. ഇനി മറ്റൊരു ചോദ്യമാണ് കൊഴിച്ചിലുണ്ടോ എന്നുള്ളത്. ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് നട്ടിട്ടുള്ള ഒരു ഗ്രാഫ്റ്റ് പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ കയ്യിൽ ശക്തമായിട്ടൊന്ന് പിറകോട്ടാക്കി കഴിഞ്ഞിട്ട് കൈ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ നിന്നൊരൊറ്റ മുടി പോലുമില്ല. എങ്കിൽ കൂടി നമ്മൾ എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ മുടികൾ, അതായത് വളരെ നൈസായിട്ടുള്ള മുടികൾ കയ്യിൽ വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അത് ഇതുപോലെ വെച്ചിട്ടുള്ള നമ്മുടെ പുതിയ ഗ്രാഫ്റ്റ് അല്ല. അപ്പോൾ അതാണ് 2 ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് പലരും ചോദിക്കാം. ഒരു പക്ഷേ അവർ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ എൻ്റെ റിസൾട്ട് മോശമാണ്. അത് ഒരു നിലക്കുമല്ല, 100% ഞാൻ HNS ഇപ്പോഴും കടപ്പെട്ടിരിക്കുകയാണ്. വളരെ കുറഞ്ഞ പൈസയ്ക്ക് അവരതിന് തയ്യാറായതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയതും ഇതേപോലെ അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ളതായിട്ടുള്ള കാരണം. അപ്പോൾ ഇനി മറ്റ് ചില ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് അവർ നമ്പർ സംഘടിപ്പിച്ചിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ മുടി കൊഴിച്ചിലാണ്, അത്രയും മുടി ദിവസം കൈയൊന്നിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ ഒരുപാട് മുടികൾ വരുന്നു, 10-20 മുടികൾ ഇങ്ങനെ വരുന്നു. എന്തായിരിക്കും കാരണം? ഞാൻ ഡോക്ടറോട് അന്വേഷിച്ചപ്പോൾ അവരുടെ ബ്ലഡ് ടെസ്റ്റിലൊക്കെ അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ശരീരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള നാച്ചുറലായിട്ട് ഇവിടെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? ഒരു സസ്യം വാങ്ങിയിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, ഒരു തൈ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വെറുതെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്തായാലും നിലനിൽക്കില്ല. അതിന് കൃത്യമായിട്ട് വളവും ഒക്കെ കൊടുക്കണമല്ലോ. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പരിചരണം ആവശ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ള ഒരു ജീവനുള്ള ഒരു ഭാഗമായിട്ടാണ്, ഒരു കോശമായിട്ടാണ്, അല്ലെങ്കിൽ ഒന്നിലധികം കലകളോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഈ മുടി. അത് കുഴിച്ചിടുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള നൗറിഷ്മെൻറ്റ് നമ്മൾ സപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ അതില്ല എങ്കിൽ എന്ത് ചെയ്യും? അതിന് വളർച്ച നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അത് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഡോക്ടർ എനിക്ക് തന്നിട്ടുള്ള ഒരു ചെറിയ മറുപടി, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് അതാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ഉൾപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ കൂടെ അവിടെ വരികയും HNS വരികയും നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിട്ടുള്ള നാട്ടുകാരനായിട്ടുള്ള അനൂപ് എനിക്ക് 2 ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടെ ഞാൻ ഇതിലൂടെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നിങ്ങളും എന്ത് ചെയ്യുക, ഏറ്റവും അടുത്ത സ്ഥാപനത്തിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവരുടെ കഷണ്ടി മാറ്റാനുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറണം. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. ഓക്കെ, താങ്ക് യു.